ചെറിയ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് കാത് കുത്തേണ്ടത്? കാത് കുത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? എപ്പോൾ പുതിയ കമ്മൽ മാറ്റിയിടാം? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഒപിയിൽ കാത് കുത്താനായിട്ട് വരുന്ന പേരൻസ് പങ്കുവയ്ക്കാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഈ വീഡിയോ കാണുന്ന പലരും ആലോചിച്ചിട്ടുണ്ടാവും, ഡോക്ടർ ഒരു കാത് കുത്തലിനെ കുറിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ജ്വല്ലറി പോയിട്ടല്ലേ എല്ലാവരും കാത് കുത്താറ്? ഡോക്ടർമാർ ഇയർ പിയേഴ്സിങ് ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംശയങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരാറുണ്ട്. കാരണം ആ ഒരു പേജിലാണ് കാത് കുത്തലിൻ്റെ ധാരാളം വീഡിയോസ് ഞാൻ എന്നും പോസ്റ്റ് ചെയ്യാറ്. ചെറിയ കുഞ്ഞു മക്കൾ മുതൽ മുതിർന്നവർ വരെ കാത് കുത്താനായി എൻ്റെ അടുത്ത് വരാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് കാത് കുത്തണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. സത്യം പറയുകയാണെങ്കിൽ ശരിക്കും കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ അവർ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് എനിക്ക് കാത് കുത്തണോ മൂക്ക് കുത്തണോ എന്നുള്ളതൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കാറില്ല. കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും ഗ്രാൻഡ് പേരൻസും ഒക്കെ ചേർന്ന് ആഘോഷമാക്കിയാണ് ഇപ്പോൾ OPയിൽ കാത് കുത്താനായിട്ട് വരാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ടാമത്തെ മോൾ ഇതുവരെ കാത് കുത്തിയിട്ടില്ല. എന്നാൽ മൂത്ത മോള് കാത് കുത്തിയിട്ടുമുണ്ട്. കാത് കുത്തുക എന്നൊക്കെ പറയുന്നത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കാത് കുത്തുകയാണെങ്കിൽ തന്നെ എപ്പോഴത് കുത്താം? ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് കാത് കുത്താം. കാത് കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാത് കുത്തുന്ന ഭാഗമായ ലോബ്യൂളിന് ആവശ്യത്തിന് വലിപ്പമുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യണം. പിന്നെ പഴുക്കാനുള്ള സാധ്യത, അതായത് ഇൻഫെക്ഷൻ്റെ സാധ്യത ചെറിയ കുഞ്ഞുങ്ങൾക്ക് കാത് കുത്തുമ്പോൾ ഉണ്ടാവുമോ? വളരെ ക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കാത് കുത്തുന്നതെങ്കിൽ ഇൻഫെക്ഷനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ മക്കൾക്ക് 6 ആഴ്ചയും 10 ആഴ്ചയും 14 ആഴ്ചയിലും കൊടുക്കുന്ന DPT വാക്സിനേഷൻ ഉണ്ട്. ഇതിൽ T എന്നത് സൂചിപ്പിക്കുന്നത് ടെറ്റനസ് എന്ന ഇൻഫെക്ഷനെയാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഈ വാക്സിനേഷൻ്റെ ഡോസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനിയിപ്പോൾ അത്രയും സമയമില്ലെങ്കിൽ ഒരു ഡോസ് എങ്കിലും എടുത്തതിന് ശേഷം കാത് കുത്താൻ ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ് കാത് കുത്തേണ്ടത്? ഹോസ്പിറ്റലിൽ നിന്നാണോ അതോ ജ്വല്ലറികളിൽ നിന്നാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കാത് കുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. അവിടെ ആവുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ നടത്തി വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും കാത് കുത്തുക. അത് ഗൺ പിയേഴ്സിങ് വേണോ അതോ നീഡിൽ പിയേഴ്സിങ് വേണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാത് കുത്തുന്നതെങ്കിൽ നിർബന്ധമായും ഉറപ്പാക്കേണ്ട കാര്യം ഇതെല്ലാം പ്രോപ്പറായിട്ട് അണുവിമുക്തമാക്കിയ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കണമെന്നുള്ളതാണ്. എൻ്റെ OPയിൽ ആകെ 2 ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പിയേഴ്സ് ചെയ്യുന്നത്. ഒരു ദിവസം 2-ലധികം കുട്ടികളെ പിയേഴ്സ് ചെയ്യാനും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗണ്ണും അവിടെ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെച്ച് പെൻ അടക്കം നമ്മൾ CSSDയിൽ കൊടുത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കുത്താൻ ഉപയോഗിക്കുന്ന കമ്മലുകളും ഇതേപോലെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജ്വല്ലറിയിൽ നിന്ന് കാത് കുത്തുമ്പോൾ ഗ്ലൗ പോലും ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് വെറുതെ ഗണ്ണിട്ട് അടിക്കുകയാണ് പതിവ്. ഇത് ആ ദിവസം വരുന്നവർക്കൊന്നും മാത്രമല്ല, ആ ജ്വല്ലറിയിൽ വരുന്ന എല്ലാവർക്കും ഇതേ ഗണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജ്വല്ലറിയിൽ പോയി കാത് കുത്തണമെന്ന് നിർബന്ധമുള്ളവർ കയ്യിൽ ഒരു സാനിറ്റൈസർ ബോട്ടിൽ കൊണ്ടുപോവുക. വളരെ സോഫ്റ്റ് ആയിട്ട് അവരോട് ഒരു വൃത്തിയുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് ഈ സാനിറ്റൈസർ ആ ഗ്ലൗസിൻ്റെ പുറത്ത് ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഗണ്ണും ഉപയോഗിക്കാൻ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം മാത്രം പിയേഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതൊരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെയുള്ളത്, കാത് കുത്തിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഇങ്ങനെ കറക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പലരുടെയും സംശയമാണ്. നമ്മൾ അനാവശ്യമായി ഈ കമ്മലിൽ തൊടാനേ പാടില്ല. നമ്മുടെ നഖത്തിൻ്റെ അടിയിലൊക്കെ എപ്പോഴും ബാക്ടീരിയകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ കമ്മൽ അനാവശ്യമായി കറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ നിർബന്ധമാണെങ്കിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് അവിടെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അവിടെ വെച്ചു കൊടുക്കുകയോ ചെയ്യും. ഇങ്ങനെ വെച്ചു കൊടുത്ത് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത ശേഷം ഒരു ചെറിയ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഇത് ഒരു 5 മുതൽ 7 ദിവസത്തേക്ക് മാത്രം ചെയ്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ കുട്ടികളെ കമ്മലിടിച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കുമ്പോൾ തോർത്തൊന്നും മുടക്കാതെ തുണിയൊന്നും വലിഞ്ഞ് ഈ കമ്മലിൽ നിന്ന് ചോര വരാതെ ഇരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രസ്സ് ഊരുമ്പോഴും ഇടുമ്പോഴും ഒക്കെ ആ സമയത്തൊന്ന് കെയർഫുൾ ആവുക. പിന്നെ
ഒരു തവണ കാത് കുത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗൺഷോട്ടാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോൾ ഈ കമ്മൽ മാറ്റാം? ഒരു 6 ആഴ്ചയെങ്കിലും ഇതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 6 ആഴ്ച കഴിഞ്ഞാൽ മറ്റൊരു കമ്മൽ എടുത്തിടാം. അതിനിടയിൽ ഇത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും കുത്തിക്കയറ്റുമ്പോൾ പഴുപ്പ് വരികയും ചോര വരികയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അനാവശ്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇനിയും കാത് കുത്തുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണേ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാതുകുത്തൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുകയും ആവാം.